നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരൂഹത ഉയർത്തി സമാധിയിലായ നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നു. പ്രാഥമിക റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണെന്ന് വ്യക്തമായതോടെ ആന്തരികാവയവ പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടി മതിയെന്ന തീരുമാനത്തിലാണ് പോലീസ്. ഇത് വൈകുന്നതോടെ കേസ് അന്വേഷണം നിലച്ച മട്ടാണ്. കേസും കൂട്ടവും ഒതുങ്ങിയതോടെ അച്ഛന്റെ സംസ്കാര സ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മക്കൾ. സംസ്കാര സ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പൂജയും പ്രാർത്ഥനകളുമുണ്ട്. പൂജാരിയായ മകൻ രാജസേനനാണ് നേതൃത്വം നൽകുന്നത്. വൈകിട്ട് 6 മണിയോടെ തുടങ്ങുന്ന പൂജകൾ രാത്രിയിലും തുടരും. തന്റെ അച്ഛൻ ഗോപൻ സ്വാമി അല്ലെന്നും ദൈവമാണെന്നുമാണ് മകൻ രാജസേനൻ പറയുന്നത്. ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ടെന്നും തന്റെ അച്ഛൻ ആരാണെന്ന് ലോകം അറിയണമെന്നും അതിനായി ഉടൻ ക്ഷേത്രം പണിയുമെന്നും മകൻ പറയുന്നു. ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട്, ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. ഭഗവാൻ എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് തീർച്ചയായും നടക്കുന്നതായിരിക്കും. ഭയങ്കര ശക്തിയുള്ള സ്ഥലമായി ഇത് ഇനി ലിംഗപ്രതിഷ്ഠയുണ്ടെന്നും രാജസേനൻ പറയുന്നു. സമാധിക്ക് ശേഷം കുടുംബത്തിൽ ആകെ ദാരിദ്ര്യമാണെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ഗോപന്റെ ഭാര്യ സുലോചന. കുടുംബത്തിന്റെ വരുമാന മാർഗമായ പശുവിനെ വിറ്റ് സമാധി തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ നൽകിയെന്നും ഗോപന്റെ ഭാര്യ പറഞ്ഞു. കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ചില സംഘടനകൾ ഇടപെട്ടാണ് സമാധി ചെലവ് നടത്തിയതെന്നും പീഠം നിർമ്മിച്ചതെന്നും അവർ പറയുന്നു. സമാധി സ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് പേർ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ധ്യാനമിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ഷെഡ് കിട്ടണമെന്ന് പലരും പറയുന്നു. ഇനി ശിവലിംഗം സ്ഥാപിക്കുന്നതിന് മുമ്പ് അഭിഷേകവും പൂജയുമുണ്ട്. ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം മയിലാടിയിൽ നിന്നാണ് ഓർഡർ കൊടുത്തത്. ശിവലിംഗത്തിനും ഓർഡർ കൊടുത്തു. അതിന്റെ ചെലവിനായി പശുവിനെ കൊടുത്തു. പശുവിൽ നിന്നായിരുന്നു കുടുംബത്തിന്റെ ചെലവ് നടന്നത്. കുടുംബത്തിന്റെ വരുമാനം ഓർത്താണ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. മകൻ സനന്ദന് വരുമാനമുണ്ട്, പക്ഷെ അവന് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസനാഥൻ എല്ലാം നടത്തുമെന്നാണ് കരുതുന്നത്. പിന്തുണയുമായി വന്ന സംഘാടകർ ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി സമാധി പീഠമൊക്കെ കെട്ടി. മറ്റൊരാൾ തന്നാലല്ലേ തന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നും സുലോചന പറയുന്നു. സമാധി വിവാദങ്ങളിൽ അന്വേഷണം പുരോഗമിക്കവേ നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നതും വിവാദമായിരുന്നു. ഗോപൻ മരിച്ചതല്ല, സമാധിയായതാണെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. എന്നാൽ മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനാൽ തൽക്കാലം മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നാണ് നെയ്യാറ്റിൻകര നഗരസഭ അറിയിച്ചത്. ഗോപൻ സമാധിയായെന്ന കുടുംബത്തിന്റെ അവകാശവാദം വലിയ വിവാദത്തിലേക്കാണ് നീങ്ങിയത്. മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുടുംബം മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്ന് മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ഒരുക്കത്തിലാണ് മക്കൾ. സംസ്കാര സ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പൂജയും പ്രാർത്ഥനകളുമുണ്ട്. നിലവിലെ കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കാനാണ് മക്കളുടെ പ്ലാൻ. ഗോപന്റെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാൻ വൈകുന്നതോടെ കേസ് അന്വേഷണം നിലച്ച മട്ടാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.